الحمد لله الذي جعل في اختلاف الليل والنهار عبرا. هو الذي جعل الشمس ضياء والقمر نورا وقدر منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق يفصل الآيات لقوم يعلمون. أحمده سبحانه وأشكره على نواله وإفضاله، وأشهد أن لا إله إلا الله إله الحق المبين، هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. وأشهد أن محمدًا عبده ورسوله الذي استفاه الله على العالمين. اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. فاتقوا الله عباد الله. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കുവ കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല സമയവും കാലവും മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയവും കാലവും എന്നത്. സമയം തന്നെയാണ് കാലം, പക്ഷേ നമ്മൾ രണ്ട് രൂപത്തിൽ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിലൂടെ അതാണ് പറയുന്നത്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. റബ്ബ് സുബ്ഹാനഹു വ തആല കാലത്തെ പിടിച്ച് സത്യം ചെയ്തെങ്കിൽ കാലം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, നിഅ്മതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, മനുഷ്യർക്ക് ലഭിച്ച രണ്ട് അനുഗ്രഹങ്ങൾ. അതിൽ അധികരിച്ച ആളുകളും അശ്രദ്ധരാണ്, അല്ലെങ്കിൽ വഞ്ചിതരാണ്. അതിലൊന്ന് അവൻ്റെ ആരോഗ്യമാണ്, ഒന്നവൻ്റെ ഒഴിവ് സമയമാണ്. അവിടെ സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ ഒരു കലണ്ടറിൻ്റെ പ്രസക്തി കടന്നു വരുന്നത്. സമയം കൃത്യമായി കണക്കാക്കുകയും അതിനെ നന്മക്കായി ഉപയോഗിക്കുകയും ചെയ്യണമെന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഇസ്ലാമിന് സ്വന്തമായി ഒരു കലണ്ടർ ഉണ്ടായത്. അതാണ് ഹിജ്റ കലണ്ടർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അനേകം ആളുകൾ കരുതുന്നത് പോലെ ഹിജ്റ കലണ്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത ദിവസം മുതൽക്ക് നിലവിൽ വന്നതല്ല. നമുക്കറിയാം, ഹിജ്റ നടന്നത് നുബുവത്തിൻ്റെ 13-ാം വർഷമാണ്. എന്നാൽ ഹിജ്റ കലണ്ടർ ഔദ്യോഗികമായി നിലവിൽ വന്നത് പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ബസ്റയുടെ ഗവർണറായിരുന്ന അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയ ഒരു കത്തിന് മറുപടിയായി കൊണ്ടെഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, അമീറുൽ മുഅ്മിനീൻ, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന കത്തുകൾ അത് ആദ്യം ഏതാണ് വന്നത്, പിന്നെ ഏതാണ് വന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് ഇതിൽ ആദ്യം വന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന രൂപത്തിൽ ഒരു കത്ത് എഴുതിയപ്പോൾ അവിടെ നിന്നങ്ങോട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരെ ഒരുമിച്ച് കൂട്ടി
അങ്ങനെയാണ് ഹിജ്റ കലണ്ടറിന് രൂപം നൽകുന്നത്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചത് മുതൽക്ക് നമുക്ക് കണക്കാക്കാം എന്ന് പറഞ്ഞു. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മുതൽക്ക് നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾക്കൊടുവിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മരണം എല്ലാം ചർച്ച ചെയ്തു. അവസാനം എല്ലാവരും അംഗീകരിച്ച് ഒരു തീരുമാനത്തിലെത്തി. അതാണ് ഹിജ്റ. ഹിജ്റയാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സത്യവും അസത്യവും വേർതിരിച്ച മഹത്തായ വഴിത്തിരിവ്. അതിനാൽ ആ വർഷം അഥവാ ഹിജ്റ വർഷത്തെ കണക്കാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ ദിവസം കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഒരു കലണ്ടർ ഉണ്ടാക്കാമെന്നവർ ആ തീരുമാനത്തിൽ അവരെത്തുകയായിരുന്നു. എന്നാൽ മറ്റൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു, ഏത് മാസം മുതൽക്കാണ് അത് തുടങ്ങേണ്ടത്? കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മുഹറം മാസം തുടങ്ങുക എന്ന രൂപത്തിലുള്ള ചർച്ചയിൽ ദുൽഹിജ്ജയിൽ ഹജ്ജ് പൂർത്തിയാക്കി ജനങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതും മുഹറം പുതിയ തുടക്കത്തിന് ഏറ്റവും അനുയോജ്യമായ മാസവുമായിരുന്നു എന്ന ഒരു നിലപാടിലേക്ക് അവർ എത്തിച്ചേരുകയും അങ്ങനെ മുഹറം മാസം മുതൽക്ക് ഒരു ഹിജ്റ കലണ്ടർ രൂപപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പറയുന്ന 1448 1449 ഹിജ്റ വർഷം എന്നതൊക്കെ ആ ചരിത്രപരമായ തീരുമാനത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഹിജ്റ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചരിത്ര സംഭവങ്ങളുണ്ട്. അത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഹിജ്റയെക്കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ഓർക്കാറും പറയാറും കേൾക്കാറും ഒക്കെ ഉള്ളതെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അതുമാത്രമാണോ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ? എന്താണ് ഇസ്ലാമിലെ ഹിജ്റ? ഭാഷാപരമായ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, വിട്ടുപോകുക, അകന്നു മാറുക എന്നൊക്കെയാണ് അർത്ഥം. മതപരമായി അതിൻ്റെ അർത്ഥം മതമനുസരിച്ച് ജീവിക്കാൻ, തൻ്റെ മതമനുസരിച്ച് ജീവിക്കുന്നതിനും മതമനുസരിച്ച് ജീവിക്കുന്നതിനും അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും വേണ്ടി കുഫറിൻ്റെയോ പാപത്തിൻ്റെയോ സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെയും അനുസരണത്തിൻ്റെയും സാഹചര്യത്തിലേക്ക് മാറുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത് എന്ന് സാങ്കേതികപരമായി പണ്ഡിതന്മാർ അതിനർത്ഥം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഹിജ്റയിലൂടെ വലിയൊരു ഇസ്ലാമിക ലോകം ഇവിടെ പടുത്തുയർത്തപ്പെട്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ പ്രവാചകനും സ്വഹാബത്തും അടങ്ങുന്ന പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ജീവിതം തള്ളി നീക്കിയ പച്ചയായ ചില മനുഷ്യരുടെ ത്യാഗനിർഭരമായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ പറയാനുണ്ട്. ഹിജ്റ ചർച്ച ചെയ്യുമ്പോൾ ഹിജ്റയുടെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആ മക്കയിൽ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും നമുക്ക് ഓർക്കാതെ ഹിജ്റയെക്കുറിച്ച് പറയാൻ കഴിയില്ല. മഹാനായ ഹബ്ബാബിനുൽ അർറത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശഖൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിൽ മുശ്രിക്കുകൾ അതിശക്തമായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പരാതി പറഞ്ഞു. വഹുവ മുതവസ്സിദുൻ ബുർദത്തുൻ ലഹു ഫീ ദില്ലിൽ കഅബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ തണലിൽ ഇങ്ങനെ ഒരു പുതപ്പും പുതച്ച് തൻ്റെ സ്വഹാബത്തിൻ്റെ ദുരന്തപൂർണമായ പീഡനങ്ങളെക്കുറിച്ചുള്ള വിഷമത്തിൽ അവിടെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിനോട്, അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമുക്ക് സഹായമുണ്ടാവാൻ വേണ്ടി അവിടുന്ന് പരിശ്രമിക്കുന്നില്ലേ? അലാ തദുല്ലാഹ ലനാ, നമുക്ക് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുന്നില്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരുപാട് ആളുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുസ്ലിമായി ജീവിച്ചതിൻ്റെ പേരിൽ അവരെ കൊണ്ടുവരപ്പെടുകയും ഒരു കുഴി കുഴിച്ച് അതിൽ നിർത്തി തലക്ക് മുകളിലൂടെ മിൻഷാർ വെച്ച് വാള് വെച്ച് അവരെ പകുതിയുമായി കട്ട് ചെയ്ത് അവരെ കൊന്നുകളയുകയും ചെയ്ത ചരിത്രം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾക്ക് വന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇതിൻ്റെ പേരിലൊന്നും അവരാരും ദീന വിട്ടുപോയില്ല. ഇതിന് അല്ലാഹു റസൂൽ പറഞ്ഞു, വല്ലാഹി ലയത്തിമ്മന്ന ഹാദൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതം പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സൻആഹ ഇലാ ഹദറമൗത്ത്,
അതേ സനഅയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് അതേ ഒരു യാത്രക്കാരൻ ആരെയും ഭയപ്പെടാതെ, അഥവാ അദ്ദേഹത്തിൻ്റെ ആടുകളുടെ മേൽ അദ്ദേഹത്തിന് അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഭയപ്പെടാതെ, അദ്ദേഹത്തിൻ്റെ ആടുകളെ കടിച്ചു കയറാൻ വരുന്ന ചെന്നായ്ക്കളെയല്ലാതെ ആരെയും ഭയപ്പെടാതെ നടന്നു പോകുന്ന ഒരു കാലഘട്ടം കടന്നു വരും സഹാബത്തെ. വലാകിന്നകും തസ്തഅജിലൂൻ, എങ്കിലും നിങ്ങൾ ധൃതി കൂട്ടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അപ്രകാരം തന്നെ സബറൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, അതേ ആല യാസിർ, യാസിറിൻ്റെ കുടുംബം, യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഏറ്റവും ശക്തമായി പീഡിപ്പിക്കപ്പെട്ടവരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതേ സുമയ്യ റളിയല്ലാഹു അൻഹയെ ക്രൂരമായി മക്കയിലെ മുശ്രിക്കുകൾ കൊന്നു തീർക്കുകയായിരുന്നു. അവരെ നോക്കിയിട്ട് അല്ലാഹു റസൂൽ പറയുന്നുണ്ട്, സബ്റൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളോട് അള്ളാഹു ചെയ്തിരിക്കുന്ന കരാറ് സ്വർഗമാണ് എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ഒരു രൂപത്തിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് യാതൊന്നും ഏൽപ്പിക്കാൻ കഴിയാതെ അവർ മടുത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതേ അവിടെയുള്ള എന്താ പറയുക മോശപ്പെട്ട പിള്ളേർ, അറബി പിള്ളേർ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് രണ്ട് മലയുടെ ഇടകളിലൂടെ. അവിടെയും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, അഹദ് അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് വിളിച്ചു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് പീഡനങ്ങളുടെ കഥ മക്കയിൽ നമുക്ക് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും സഹാബത്തിനെയും പീഡിപ്പിച്ചത്. അതിനുശേഷമാണ് സഹോദരങ്ങളെ ഹിജ്റ തുടങ്ങുന്നത്. സുഹൈബുർ റൂമി എന്ന് പറയുന്ന ആ സ്വഹാബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മുശ്രിക്കുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നു? യാ സഅലൂക്, ഏറ്റവും നിന്ദ്യനായ മനുഷ്യ, നീ ഏറ്റവും ദരിദ്രനായി മക്കയിലേക്ക് കടന്നു വന്ന് ഇവിടെ നീ വന്ന് സമ്പാദിച്ച് പണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഈ മക്കയിൽ നിന്ന് നീ മദീനയിലേക്ക് പോകുന്നുവോ? നടക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ നിങ്ങൾ പറഞ്ഞു വിടുമോ എന്ന് ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലെത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, റബ്ബിഹ സുഹൈബ് ലാഭം നേടിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒറ്റത്തടിയും അദ്ദേഹം ധരിച്ച ഒരു ഹോബുന്നോം എന്ന അറബികൾ പറയുന്ന ഉറങ്ങാൻ കിടക്കുന്ന ഒരു വസ്ത്രം മാത്രം എന്ന രൂപത്തിൽ അദ്ദേഹം പോകുകയാണ് മദീനയിലേക്ക്. അദ്ദേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. വമിനന്നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാ, അതേ മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന് വേണ്ടി അവരുടെ സ്വന്തത്തെ തന്നെ അല്ലാഹുവിന് വേണ്ടി പണയപ്പെടുത്തിയവർ, അല്ലെങ്കിൽ വിറ്റവർ, കടം കൊടുത്തവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് തൻ്റെ അടിമകളോട് അത്യധികം ദയാലുവാണ് എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ആയത്ത് അവതരിപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. അബൂ സലമ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് തൻ്റെ ഭാര്യയും തൻ്റെ പിഞ്ചോമന പൈതൽ ചോരക്കുഞ്ഞുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ നിൽക്കുകയാണ്. തടയുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആൾക്കാർ, ഇല്ല, ഞങ്ങളുടെ മകളെ നിൻ്റെ കൂടെ വിടില്ല. അബൂ സലമയുടെ തന്നെ കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ പിഞ്ചുപൈതലിനെ പിടിച്ചു വെക്കുകയാണ്, ഇല്ല, ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭാര്യയെയും മകനെയും ഒറ്റക്കാക്കി, വേണ്ട, എനിക്ക് എൻ്റെ റസൂലിൻ്റെ എൻ്റെ പ്രവാചകൻ്റെ അടുത്ത് എൻ്റെ വിശ്വാസ സംരക്ഷണവുമായി എത്താൻ കഴിയുമെങ്കിൽ എന്നെ ഇവർ വിടുകയാണെങ്കിൽ ഞാൻ പോകുന്നു എന്ന രൂപത്തിൽ കടന്നു പോകുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹയെ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 1 വർഷത്തോളം കരഞ്ഞു എന്നാണ്. അവരുടെ മകൻ വേറെ സ്ഥലത്തായി, അവർ വേറെ സ്ഥലത്തായി, അബൂ സലമ വേറെ സ്ഥലത്തായി. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് അവർ മദീനയിലേക്ക് ഹിജ്റ പോയത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, അങ്ങനെ ഹിജ്റ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്യാഗത്തിൻ്റെ കഥയാണ്. ഹിജ്റ എന്നത് ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്കുള്ള യാത്ര മാത്രമായിരുന്നില്ല. സമ്പത്ത് ഉപേക്ഷിച്ച നാം നേരത്തെ പറഞ്ഞ സുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹയുടെ ഹിജ്റയായിരുന്നു. കുടുംബ വേർപാടിൻ്റെ വേദന സഹിച്ച അബൂ സലമയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും ഹിജ്റയായിരുന്നു. ജീവൻ പണയം വെച്ച് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന് വേണ്ടി മരിക്കാൻ തയ്യാറായി അവിടുത്തെ വിരപ്പിൽ കിടന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹിജ്റയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ ഹിജ്റയുടെ വേളയിൽ പ്രകാരം പറയുന്നുണ്ട്, അവരിൽ ഒരാൾ തൻ്റെ കാൽക്കീഴിലേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ റസൂലേ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ അബൂബക്കർ
മാ ളന്നുക ബിഇസ്നൈനി അല്ലാഹുമ്മ സാലിസഹുമാ, അല്ലയോ അബൂബക്കർ തങ്ങളുടെ വിചാരം എന്താണ്? രണ്ടാളുകൾ അവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയിലൂടെ വിശ്വാസികൾക്ക് അവരുടെ റബ്ബിൽ വരമേൽപ്പിച്ചാൽ അവൻ ഞങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം നൽകുന്ന ആ ഹിജ്റയാണ് ഹിജ്റ. തീർന്നില്ല, അൻസാറുകളുടെ ചരിത്രം പറയുന്നതാണ് ഹിജ്റ. സ്വന്തം നാടും വീടും ഉറ്റവരെയും ഉടവരെയും വിട്ട് മദീനയിലേക്ക് ഹിജ്റ വന്ന അതേ തങ്ങളുടെ സഹോദരങ്ങളെ എല്ലാം നൽകി സ്വീകരിച്ച അൻസാറുകളുടെ ചരിത്രം പറയുന്നതാണ് ഹിജ്റ. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും തങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി, തങ്ങളുടെ വീടിൻ്റെ പകുതി, തങ്ങളുടെ എല്ലാം പകുത്ത് നൽകുകയായിരുന്നു. അത് അവർക്ക് തന്നെ ആവശ്യമുള്ളവരായിരുന്നു അൻസാറുകൾ. അവരെക്കുറിച്ച് പറയുന്നതാണ് ഹിജ്റ. അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അല്ലാഹു പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകടന്നയാളുകൾ അവരെ പിൻപറ്റിയ ഇഹ്സാനോടുകൂടെ ഏറ്റവും നന്മയിൽ അവരെ പിൻപറ്റിയവരും അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിൽ അവർ നിത്യവാസികളായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അത്രമാത്രം ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടെന്നർത്ഥം. പിറന്നു വീണ മണ്ണിൽ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നാൽ അവരുടെ മുന്നിലുള്ള മാർഗം ഹിജ്റ തന്നെയാണ് എന്നുകൂടെ ഹിജ്റ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹിജ്റ എല്ലാവർക്കും ഒരു മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഹിജ്റയാണ് ഒരു വിശ്വാസിയുടെ മുന്നിലുള്ള മാർഗമെന്നുകൂടെ ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഖാലു ഫീമാ കുന്തും ഖാലു കുന്നാ മുസ്തദഅഫീന ഫിൽ അർള് ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറ. അല്ലാഹു പറയുന്നുണ്ട്, മലക്കുകൾ സ്വന്തം ശരീരങ്ങളോട് പ്രവർത്തിക്കപ്പെട്ട ആളുകളെ അവരെ ശക്തമായി പ്രഹരിക്കുകയും അങ്ങനെ അവരെ മരിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പോയത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമെന്നാണ്, ഞങ്ങൾ ദുർബലരായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ, അള്ളാഹിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ എന്ന് പറയുമെന്നാണ്. ഫഉലൈക മഅവാഹും ജഹന്നം. അതേ, തൻ്റെ മതമനുസരിച്ച് തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ഒരു വിശ്വാസം സംബന്ധിച്ച് അവന് കഴിവുണ്ടെങ്കിൽ അവൻ ആ രാജ്യം വിട്ടുപോകൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് സഹാബത്ത് പോയതെന്നർത്ഥം. അങ്ങനെ പോകാത്തവർക്ക് ജഹന്നം എന്ന് പറയുന്ന നരകമാണ് അവരുടെ താമസ സ്ഥലമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇല്ലൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാനി ലാ യസ്തതിഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. അതേ, ദുർബലരായ വൃദ്ധരായ ഒന്നിനും കഴിയാത്ത പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒഴികെ അവർക്ക് മറ്റൊന്നിനും കഴിയില്ല. ഫഉലൈക അസല്ലാഹു അൻ യഅഫുവ അൻഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയാണ് സഹോദരങ്ങളെ ഹിജ്റ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളെങ്കിൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുൻഗാമികളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അവരാ തൃപ്തി നേടിയെടുക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇപ്രകാരം പറയുന്നത്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. അല്ലേ, സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ പറയുമ്പോൾ അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗത്തിലേക്ക് വളരെ സിമ്പിളായി വളരെ ഈസിയായി പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ ആളുകൾക്ക് എത്തിയത് നിങ്ങൾക്ക് എത്താതെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്.
മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാഉ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്കെത്തി. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു എന്നാണ്. ഏതുവരെ? ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, സാക്ഷാൽ പ്രവാചകന്മാരും അവരിൽ വിശ്വസിച്ച ആളുകളും പറയുമാറ് മതാ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം എവിടെയെന്ന് കരഞ്ഞു കേഴുന്നത് വരെ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നതാണ്. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹ് പറയുന്നുണ്ട്, അറിയണമേ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുക. വെറുതെ വളരെ സിമ്പിളായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് സാധ്യമല്ലെന്നർത്ഥം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه صلى الله عليه وعلى آله وصحابته وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله ونفسي ثانيا بتقوى الله. ഏറ്റവും സ്നേഹധനീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവർ നടത്തിയ ഹിജ്റയുടെ ചില ഉദാഹരണങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ നാം അറിയണം, ഇസ്ലാമിൽ മറ്റൊരു ഹിജ്റ കൂടിയുണ്ട്. എന്താണ് ആ ഹിജ്റ? ഹിജ്റത്തുൽ മക്കാനിയല്ല, അഥവാ ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകലല്ല, മറിച്ച് ഹിജ്റത്തുൽ മഅനവിയ, അഥവാ അള്ളാഹു വിലക്കിയ എല്ലാ പാപങ്ങളും ഉപേക്ഷിച്ച് അവയിൽ നിന്നൊക്കെ അകന്നു മാറി അള്ളാഹുവിലേക്കുള്ള ഹിജ്റ, അവൻ്റെ പ്രവാചകനിലേക്കുള്ള ഹിജ്റ. അതെല്ലാ വിശ്വാസികൾക്കും നിർബന്ധമാണ്. നമുക്കിപ്പോൾ ഇനി ഹിജ്റ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതമാണ്, നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയും എന്നൊക്കെ നമ്മൾ കരുതുന്നുവെങ്കിൽ നമുക്കിവിടെ ആദ്യബദ്ധമുണ്ട്. അള്ളാഹു നമുക്കിവിടെ സൗകര്യം നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായ, എല്ലാ മനുഷ്യർക്കും നിർബന്ധമായ ഒരു ഹിജ്റയുണ്ട്. അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമുള്ള ഹിജ്റയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്കുള്ള ഹിജ്റയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരോധങ്ങളിൽ നിന്നുള്ള ഹിജ്റയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. ആരാണ് മുഹാജിർ? മുഹാജിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിൽ നിന്ന് ഹിജ്റ പോകുന്നവനാണ്. അതേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നവനാണ്. ആ ഹിജ്റയിൽ ഷിർക്കിൽ നിന്ന് മുക്തമാവണം, ബിദ്അത്തുകളിൽ നിന്ന് മുക്തമാവണം, നമസ്കാരം ഉപേക്ഷിക്കുന്ന ശീലം പറ്റില്ല, കള്ളം, പലിശ, കൈക്കൂലി, വഞ്ചന എന്നിവ നമ്മൾ ഉപേക്ഷിക്കണം. ഏബത്ത്, നമീമത്ത്, ആ രൂപത്തിലുള്ള അസഭ്യ സംസാരങ്ങൾ, അനാവശ്യമായി നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കൽ, കണ്ണ്, ചെവി, നാവ്, കൈകാൽ എന്നിവയെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇതൊക്കെയാണ് ആ ഹിജ്റ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഹിജ്റയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയാൻ കാരണം? മക്ക ഫത്ഹായതിനു ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദും വനിയ്യ. ഇനി ഹിജ്റയില്ല. അതേ, മക്ക നമുക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കുള്ളത് ജിഹാദാണ്. അതേ, സ്വന്തം ശരീരം കൊണ്ടുള്ള ജിഹാദ്, സ്വന്തത്തോടുള്ള ജിഹാദ്, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാമെന്ന അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാക്കുകളെ, തീരുമാനങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന നിയ്യത്താണ് നമുക്ക് ആവശ്യമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയായി ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എന്നതാണ് ഈ ചരിത്ര സംഭവങ്ങളിലൂടെ ഹിജ്റയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓതിവച്ച ആയത്ത് അള്ളാഹു പറഞ്ഞത്, അഹസിബന്നാസു അൻ യുശ്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസ്, മനുഷ്യർ ചിന്തിക്കുന്നുവോ, അയ്യുത്രക്കു, അവരെ അങ്ങ് വിട്ടേക്കുമെന്ന്. അയ്യക്കോലു, അവർ പറയുന്നു, അയ്യക്കോലു ആമന്ന, അവർ പറയുന്നു ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ
പരീക്ഷിക്കപ്പെടില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? ആ പരീക്ഷണങ്ങൾ സഹോദരങ്ങളെ പല രൂപത്തിലായിരിക്കാം. നമ്മുടെ ഈമാനിനെ അല്ല പരീക്ഷിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കാം. ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, രോഗം കൊണ്ടായിരിക്കാം, ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ടായിരിക്കാം, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, സമ്പത്തിന്റെ നഷ്ടം കൊണ്ടായിരിക്കാം, പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ടായിരിക്കാം, ദീനിൽ ഉറച്ചു നിൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം, ദീനിൽ ഉറച്ചു നിൽക്കേണ്ടി വരുന്ന അത്തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. ഇവയിലൂടെ അള്ളാഹു തൻ്റെ ദാസന്മാരുടെ സത്യസന്ധത വെളിപ്പെടുത്താൻ വേണ്ടി വ്യത്യസ്തങ്ങളായ രൂപത്തിലൊക്കെ നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ ഖാദിബീൻ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾ വിചാരിക്കുന്നുവോ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്കങ്ങ് കഴിച്ചിലാവാമെന്ന് കരുതുന്നു എന്ന് ചോദിച്ചതിന് ശേഷം അല്ലാഹു പറയാണ്, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെയും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിന്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അവരിൽ നിന്നുള്ള, നിങ്ങളിൽ നിന്നുള്ള സത്യസന്ധരാരാണ്, കള്ളന്മാരാണ് എന്ന് അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും എല്ലാ മുവഹിദുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബാധ്യതകളുമായി ജീവിതം തെളിയിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നൽകി എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين اللهم دمر أعداء الدين اللهم انصر إخواننا المسلمين المستضعفين في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.